നമസ്കാരം. 24 റൗണ്ടപ്പിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ ദേവസ്വം വിജിലൻസ് അന്വേഷണം ബംഗളൂരുവിലേക്ക്. 2019 കൊണ്ടുപോയ സ്വർണ്ണപ്പാളി ബംഗളൂരുവിലെ ക്ഷേത്രത്തിൽ പ്രദർശിപ്പിച്ചെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റി സുഹൃത്തുക്കൾ വ്യവസായികളായ രണ്ടുപേരെയും കേന്ദ്രീകരിച്ചാണ് ഇപ്പോഴത്തെ അന്വേഷണം. 2019 അറ്റകുറ്റപ്പണിക്കായി ഇളക്കിയ സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ബംഗളൂരുവിലെ അയ്യപ്പ ക്ഷേത്രത്തിൽ എത്തിച്ചെന്നാണ് ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ. ക്ഷേത്രത്തിൽ സ്വർണ്ണപ്പാളി പ്രദർശിപ്പിക്കുകയും ഭക്തരെ കൂട്ടി പൂജകളും നടത്തി. ഇതിലൂടെ ഉണ്ണികൃഷ്ണൻ പോറ്റി സാമ്പത്തിക നേട്ടമുണ്ടാക്കിയെന്നും വിജിലൻസ് സംശയിക്കുന്നുണ്ട്. 2019 കൊണ്ടുപോയ സ്വർണ്ണപ്പാളി 40 ദിവസത്തിന് ശേഷമാണ് തിരികെ സ്ഥാപിച്ചത്. ശബരിമലയിൽ എത്തിച്ചത് യഥാർത്ഥ സ്വർണ്ണപ്പാളി തന്നെയോ എന്ന കാര്യത്തിലും വിശദാന്വേഷണം നടത്തും. ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും സുഹൃത്തുക്കളായ 2 വ്യവസായികളെയും കേന്ദ്രീകരിച്ചാണ് നിലവിലെ അന്വേഷണം. 2 ദിവസത്തിനുള്ളിൽ ദേവസ്വം വിജിലൻസ് ബംഗളൂരുവിലേക്ക് പോകും. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിശദമായി ചോദ്യം ചെയ്യും. ഇതിനിടെ ദ്വാരപാലക ശില്പത്തിലെ ആവരണത്തിന്റെ അറ്റകുറ്റപ്പണിക്കുള്ള 2019 ദേവസ്വം ബോർഡ് ഉത്തരവ് 24 ലഭിച്ചു. ദ്വാരപാലക ശില്പത്തിൽ പൊതിഞ്ഞിട്ടുള്ള ചെമ്പുപാളികൾ അറ്റകുറ്റപ്പണി നടത്തി സ്വർണം പൂശാനാണ് ഉത്തരവ്. 1999 ദ്വാരപാലക ശില്പത്തിന്റെ പാളികൾ സ്വർണം പൂശിയിരുന്നു. 24 തിരുവനന്തപുരം. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദത്തിൽ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രതിക്കൂട്ടിൽ നിർത്തി തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സർക്കാരും. ആഗോള അയ്യപ്പ സംഗമ സമയത്തെ വിവാദത്തിന് പിന്നിൽ ഗൂഢാലോചനയെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ ആരോപിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റി ആരുടെ ബെനാമി എന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യം. ആഗോള അയ്യപ്പ സംഗമ സമയത്തുണ്ടായ വിവാദം പരിപാടിയുടെ ശോഭ കെടുത്താൻ മനഃപൂർവ്വം ഉണ്ടാക്കിയതാണെന്ന സംശയമാണ് സർക്കാരിന്. ഹൈക്കോടതിയിൽ സമഗ്രാന്വേഷണം ആവശ്യപ്പെടാനാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അവസാനിക്കണമെങ്കിൽ ഇതിനെല്ലാം സംബന്ധിച്ചൊരു സമഗ്രമായ അന്വേഷണം വേണം. 99 മുതൽ ഇപ്പോൾ 2025 വരെയുള്ള കാര്യങ്ങൾ ഈ അന്വേഷണ പരിധിയിൽ വരട്ടെ. ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെന്നും സ്പോൺസറെക്കുറിച്ച് അന്വേഷിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പിന്നെ ആരാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി? എന്താണ് ഈ സ്പോൺസർക്ക് ഉള്ള പ്രത്യേകത? എല്ലാ ദേവസ്വം ബോർഡുകളിലുള്ള സ്പോൺസർമാരെ കുറിച്ച് കൂടി അന്വേഷിക്കണം. അതേസമയം വിവാദങ്ങളിൽ വിശദീകരണവുമായി ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാർ രംഗത്തെത്തി. ദേവസ്വം മാനുവൽ ലംഘിച്ചുവെന്ന ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷൻ K. അനന്തഗോപന്റെ ആരോപണം അടിസ്ഥാനരഹിതമെന്ന് A. പത്മകുമാർ പറഞ്ഞു. അന്നത്തെ ബോർഡിന്റെ തീരുമാനം, എൻ്റെ കൈപ്പടയിൽ എഴുതിയ തീരുമാനം അവിടെ നന്നായിട്ട് കിടപ്പുണ്ട്, ഒരു കുഴപ്പമില്ല. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് അന്വേഷിച്ചിട്ട് കണ്ടുപിടിക്കട്ടെ. മുൻ ദേവസ്വം മന്ത്രി G. സുധാകരന്റെ പരാമർശത്തെ പരോക്ഷമായി പത്മകുമാർ വിമർശിച്ചു. 24 പത്തനംതിട്ട. 24 ബിഗ് ബ്രേക്കിംഗ്. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ലക്ഷ്യം വെച്ച് ജനകീയ പ്രഖ്യാപനങ്ങൾക്കൊരുങ്ങി സംസ്ഥാന സർക്കാർ. ക്ഷേമ പെൻഷൻ 2000 രൂപയാക്കി ഉയർത്തിയേക്കും. പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച അഷ്വേർഡ് പെൻഷൻ സ്കീം നടപ്പിലാക്കും. സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്ത കുടിശ്ശികയിൽ 1 ഗഡു തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് അനുവദിക്കും. ശമ്പള പരിഷ്കരണത്തിനുള്ള നടപടികളും ഉണ്ടാകുമെന്നാണ് വിവരം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭക്ഷ്യക്കിറ്റായിരുന്നെങ്കിൽ ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും ജനങ്ങളുടെ കേസ് നിറക്കിലാണ് LDFന്റെ തുറപ്പുചീട്ട്. ജനകീയ പ്രഖ്യാപനങ്ങളിലൂടെ 3ാം തുടർഭരണമെന്ന ചരിത്ര നേട്ടം എത്തിപ്പിടിക്കാവുന്ന പ്രതീക്ഷയിലാണ് സർക്കാരിന്റെ നീക്കങ്ങൾ. സാമൂഹ്യക്ഷേമ പെൻഷനുകൾ 2500 രൂപ ആക്കുമെന്നതാണ് LDFന്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനം. നിലവിൽ 1600 രൂപയിൽ നിൽക്കുകയാണ് ക്ഷേമ പെൻഷൻ. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് 400 രൂപ വർദ്ധിപ്പിച്ച് 2000 രൂപയാക്കാനാണ് ധനവകുപ്പിന്റെ നിർദ്ദേശം. മുഖ്യമന്ത്രിയും ധനമന്ത്രിയും CPIM സംസ്ഥാന സെക്രട്ടറിയും തമ്മിലുള്ള ചർച്ചകളിലായിരിക്കും എത്ര രൂപ വർദ്ധിപ്പിക്കണമെന്നതിൽ അന്തിമ തീരുമാനമാകുക. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പെൻഷൻ 2500 രൂപയാക്കുക എന്ന പ്രകടനപത്രികയിലെ വാഗ്ദാനം നടപ്പിലാക്കുന്ന കാര്യവും ധനവകുപ്പ് പരിഗണിക്കുന്നുണ്ട്. ആദ്യഘട്ട വർധനവ് ഒക്ടോബറിൽ തന്നെ പ്രഖ്യാപിക്കും. നവംബർ മാസത്തിലോ ഡിസംബർ മാസത്തിലോ വർദ്ധിപ്പിച്ച പെൻഷൻ തുക ഗുണഭോക്താക്കളുടെ കൈകളിലെത്തിക്കാനാണ് തീരുമാനം. സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്ത കുടിശ്ശികയിൽ 1 ഗഡുവും തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് നൽകും. 4% DA അനുവദിക്കുന്നതാണ് പരിഗണനയിലുള്ളത്. സർക്കാർ ജീവനക്കാർക്ക് കുടിശ്ശികയായി കിടക്കുന്ന ആനുകൂല്യങ്ങൾ നൽകുന്നത് സംബന്ധിച്ച പ്രഖ്യാപനവും തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപുണ്ടാകും. പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക എന്ന തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ വാഗ്ദാനവും നടപ്പിലാക്കാനാണ് സർക്കാർ ഒരുങ്ങുന്നത്. പങ്കാളിത്ത പെൻഷന് പകരം ബജറ്റിൽ പ്രഖ്യാപിച്ച അഷ്വേർഡ് പെൻഷൻ സ്കീം നടപ്പിലാക്കും. ഇത് സംബന്ധിച്ച പ്രഖ്യാപനവും തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഉണ്ടാകും. സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം സംബന്ധിച്ച പ്രഖ്യാപനവും ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചന. ശമ്പള പരിഷ്കരണ കമ്മീഷനെയോ സെക്രട്ടറി തല കമ്മിറ്റിയോ നിയോഗിക്കുന്നതാണ് ധനവകുപ്പിന്റെ പരിഗണനയിലുള്ളത്. ശമ്പള പരിഷ്കരണ കമ്മീഷണർ വേണമെന്ന നിർബന്ധത്തിലാണ് CPIMന്റെ സർവീസ് സംഘടനകൾ. ഈ ആവശ്യമുന്നയിച്ച് സർവീസ് സംഘടനകൾ പാർട്ടി നേതൃത്വത്തെ സമീപിച്ചിട്ടുമുണ്ട്. നവംബറോടെ പ്രഖ്യാപിച്ച് ഫെബ്രുവരിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്ന തരത്തിലാണ് ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ പ്രഖ്യാപനം ക്രമീകരിച്ചിരിക്കുന്നത്. മറ്റ് ചെലവുകളെല്ലാം മാറ്റിവെച്ച് തിരഞ്ഞെടുപ്പ് വർഷത്തിൽ ക്ഷേമപ്രവർത്തനങ്ങളിൽ വൻ നിക്ഷേപം നടത്താനാണ് സർക്കാരിന്റെ നീക്കം.
2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ക്ഷേമപ്രവർത്തനങ്ങൾ ലഭിച്ച വലിയ അംഗീകാരമാണ് ഈ ദിശയിൽ ചിന്തിക്കാൻ സർക്കാരിനെ പ്രേരിപ്പിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ആർ ശ്രീജിത്ത്, 24. സോനം വാങ്ചുക്കിന്റെ അറസ്റ്റിൽ രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും കത്ത് നൽകി ഭാര്യ ഗീതാഞ്ജലി ആങ്മോ. സോനം വാങ്ചുക്കിനെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് കത്ത് നൽകിയിരിക്കുന്നത്. വിനീത വി ജി ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. വിനീത, ഈ ലഡാക്കിലുണ്ടായ സംഘർഷം, അതിന് പിന്നാലെ സോനം വാങ്ചുക്കിനെ പ്രതിസ്ഥാനത്ത് നിർത്തിയ നീക്കങ്ങൾ, അതൊക്കെ നമ്മൾ കണ്ടതാണ്. നിലവിൽ കസ്റ്റഡിയിലുമാണ്. ഇപ്പോൾ പുതിയ ഒരു ആവശ്യം അത് കുടുംബത്തിന്റെ ഭാഗത്തുനിന്നുമാണ്, സോനം വാങ്ചുക്കിന്റെ ഭാര്യയുടെ ഭാഗത്തുനിന്നുമാണ് ഇത്തരത്തിലൊരു ആവശ്യം ഉണ്ടായിരിക്കുന്നത്. എന്താണ് അത്തരത്തിൽ ഇങ്ങനൊരു കത്ത് നൽകാനുള്ള കാരണം, അതും രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും? പ്രജൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ലഡാക്കിലെ പ്രക്ഷോഭങ്ങൾക്ക് പിന്നാലെയാണ് സാമൂഹ്യ പ്രവർത്തകരും പരിസ്ഥിതി പ്രവർത്തകരുമായ സോനം വാങ്ചുക്കിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും പിന്നീട് അദ്ദേഹത്തെ രാജസ്ഥാനിലെ ജോധ്പൂരിലെ ജയിലിലേക്കൊക്കെ തന്നെ മാറ്റുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ കഴിഞ്ഞ ദിവസം അടക്കം ഭാര്യ ഗീതാഞ്ജലി ആങ്മോ അവർ വലിയ ആശങ്ക അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നാലെയാണ് ഇങ്ങനൊരു നീക്കം നടത്തിയിരിക്കുന്നത്. പ്രധാനമന്ത്രിക്കും ഒപ്പം തന്നെ രാഷ്ട്രപതിക്കും ലഡാക്കിലെ ലഫ്റ്റനന്റ് ഗവർണർക്കും കത്ത് നൽകിയിരിക്കുകയാണ് സോനം വാങ്ചുക്കിന്റെ ഭാര്യയായ ഗീതാഞ്ജലി ആങ്മോ. ആ കത്തിൽ പറയുന്നത് ചില ആശങ്കകൾ തന്നെയാണ് ആ നിവേദനത്തിൽ അവർ സൂചിപ്പിച്ചിരിക്കുന്നതിൽ പ്രധാനപ്പെട്ടത് ഈ സോനം വാങ്ചുക്കിന്റെ നിലവിലെ അവസ്ഥയെക്കുറിച്ച് തനിക്ക് പൂർണ്ണമായും അറിയില്ലെന്നാണ് ഗീതാഞ്ജലി ആങ്മോ ഈ നിവേദനത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. സോനം വാങ്ചുക്ക് ദേശീയ സുരക്ഷാ നിയമപ്രകാരം തടങ്കലിലാണെന്ന് ലഡാക്കിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥരാണ് തന്നെ വിളിച്ചു പറഞ്ഞതെന്നും പിന്നീട് ഫോണിൽ ബന്ധപ്പെടാമെന്നും ഇദ്ദേഹം അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ബന്ധപ്പെടാനോ ഈ അറസ്റ്റിന് ശേഷം സോനം വാങ്ചുക്കുമായി സംസാരിക്കാനോ തനിക്ക് ആയിട്ടില്ല എന്നും പറയുന്നുണ്ട്. അദ്ദേഹത്തിന് മരുന്നുകൾ കഴിക്കേണ്ടതായിട്ടുണ്ട്. അദ്ദേഹത്തിന് ഈ തടങ്കലിലൊക്കെ കഴിയുമ്പോൾ അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള വസ്ത്രങ്ങൾ അദ്ദേഹത്തിന്റെ പക്കലുണ്ടോ, ഇങ്ങനെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ എന്തെങ്കിലും അദ്ദേഹത്തിന് നൽകുന്നുണ്ടോ, ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തനിക്ക് വലിയ ആശങ്കയുണ്ടോ, ഇക്കാര്യങ്ങളെ പറ്റി ഒന്നും തനിക്ക് യാതൊരു അറിവുമില്ല എന്നാണ് അവർ പറയുന്നത്. ഒപ്പം തന്നെ CRPF തന്നെ നിരീക്ഷണത്തിലാക്കിയതായും ഗീതാഞ്ജലി ആങ്മോ ഈ നിവേദനത്തിൽ സൂചിപ്പിച്ചിരിക്കുകയാണ്. സോനം വാങ്ചുക്കിന് മരുന്നുകൾ ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ നൽകുന്നുണ്ടോ എന്ന് പോലും തനിക്ക് അറിയില്ലെന്നും മോചനത്തിനായി ഇടപെടണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ നിവേദനം നൽകിയിരിക്കുന്നത്. ഇതുവരെ സോനം വാങ്ചുക്കുമായി തനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നും ഈ കത്തിൽ ഗീതാഞ്ജലി ആങ്മോ വ്യക്തമാക്കുന്നുണ്ട്. ശരി, വിനീത വിജിയാണ് വിശദാംശങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. കൈക്കൂലി കേസിൽ വിജിലൻസ് അറസ്റ്റ് ചെയ്ത KN കുട്ടമണിയെ പദവിയിൽ നിന്ന് നീക്കും. കേരള സംസ്ഥാന കളിമൺ പാത്ര നിർമ്മാണ വിപണന ക്ഷേമ വികസന കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ മന്ത്രി OR കേളു നിർദ്ദേശം നൽകി. ആർ ശ്രീത് തിരുവനന്തപുരത്തും ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശ്രീത്, വിശദാംശങ്ങൾ. പ്രജിൻ, ഇന്ന് രാവിലെയാണ് കളിമൺ പാത്ര നിർമ്മാണ ക്ഷേമ വിപണന കോർപ്പറേഷൻ ചെയർമാൻ KN കുട്ടമണിയെ വിജിലൻസ് പിടികൂടുന്നത്. ചെടിച്ചട്ടി വിൽപ്പനയ്ക്ക് ചെടിച്ചട്ടി ഒന്നിന് 3 രൂപ വെച്ച് കമ്മീഷൻ ഇനത്തിൽ കൈക്കൂലി കൈപ്പറ്റുമ്പോഴാണ് അദ്ദേഹത്തെ വിജിലൻസ് പിടികൂടിയത്. 10,000 രൂപ കൈക്കൂലി വാങ്ങിയെന്ന ആക്ഷേപത്തിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്. എന്തായാലും അറസ്റ്റ് പിന്നാലെ ഇപ്പോൾ സർക്കാർ അദ്ദേഹത്തെ ഈ ക്ഷേമ വികസന കോർപ്പറേഷന്റെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നീക്കുകയാണ്. പട്ടികജാതി പട്ടികവർഗ ക്ഷേമ മന്ത്രി OR കേളു ഈ KN കുട്ടമണിയെ തൽസ്ഥാനത്ത് നീക്കാനുള്ള നിർദ്ദേശം നൽകി. കുട്ടമണിയെ വിജിലൻസ് അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കാനും പട്ടികജാതി വികസന വകുപ്പ് സെക്രട്ടറിയോട് മന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട്. നേരത്തെ തന്നെ KN കുട്ടമണിയെക്കെതിരെ ചില ആക്ഷേപങ്ങൾ സർക്കാരിന് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ ചെയർമാൻ സ്ഥാനം പുതുക്കി നൽകുന്ന ഘട്ടത്തിൽ അന്നത്തെ മന്ത്രിയായിരുന്ന K രാധാകൃഷ്ണൻ അതിനോട് വിയോജിച്ചതാണ്. എന്നാൽ പിന്നീട് രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയാണ് KN കുട്ടമണിയെ തൽസ്ഥാനത്ത് അവരോധിച്ചത്. അതാണിപ്പോൾ കൈക്കൂലി കേസിൽ പിടിയിലാകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. ആർ ശ്രീത്താണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. KS റോസൽ രാജ് DYFI തൃശൂർ ജില്ലാ സെക്രട്ടറി. CPI നേതാക്കൾക്കെതിരെ സാമ്പത്തിക ആരോപണം ഉന്നയിച്ച ശരത് പ്രസാദിനെ മാറ്റിയ ഒഴിവിലേക്കാണ് റോസൽ രാജിനെ തെരഞ്ഞെടുത്തത്. തെരഞ്ഞെടുപ്പ് ഒറ്റക്കെട്ടായെന്ന് KS റോസൽ രാജ് പ്രതികരിച്ചു. ജില്ലാ കമ്മിറ്റിയിലെ ഒഴിവുകൾ നികത്തി. ശരത് പ്രസാദിനെ പൂർണ്ണമായും ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയെന്നും KS റോസൽ രാജ് പറഞ്ഞു. ഞങ്ങൾ കൂട്ടായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. സെക്രട്ടറി, പ്രസിഡന്റ്, ട്രഷറർ ഉൾപ്പെടെ അതിൻ്റെ ഉപഭാരവാഹികളൊക്കെ ഉണ്ട്. കൂട്ടായി ചർച്ച ചെയ്ത് തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്ന സംഘടന. ആ തരത്തിൽ തന്നെ ഞങ്ങൾ പോവും. അങ്ങനെ പ്രത്യേകം ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി നമുക്ക് നമ്മുടെ സംഘടനയ്ക്കകത്ത് അങ്ങനത്തെ ഒരു രീതിയിൽ ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം നടപ്പിലാക്കലാണ് ഞങ്ങളുടെ ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തം നിർവഹിക്കും. ഞങ്ങളുടെ DYFI ജില്ലാ കമ്മിറ്റി യോഗം കേന്ദ്ര കമ്മിറ്റി അംഗം പങ്കെടുത്തു. സഖാവ് R രാഹുൽ പങ്കെടുത്തിട്ടാണ് ഈ യോഗ തീരുമാനങ്ങളൊക്കെ എടുത്തത്. അതാണ് നിങ്ങളോട് ഇപ്പോൾ അറിയിച്ചത്. സംഘടന തന്നെ എടുത്ത തീരുമാനം. അമൽ സുരേന്ദ്രൻ തൃശ്ശൂരിൽ ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. അമൽ, തൃശ്ശൂരിൽ ഉണ്ടായ വിവാദം അത് അറിയുന്ന ശബ്ദ സന്ദേശം വരികയും പിന്നീട് അതിൽ നടപടി നേടുകയും ചെയ്തു. ശരത് പ്രസാദിന് DYFI ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മാറേണ്ടി വന്നു. താഴെ തട്ടിലേക്ക് ഇറക്കുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ പുതിയ നേതൃത്വം വരുന്നു, അല്ലെങ്കിൽ പുതിയ ജില്ലാ സെക്രട്ടറി DYFIക്ക് അവിടെ ഉണ്ടാകുന്നു. തെരഞ്ഞെടുപ്പ് ഒറ്റക്കെട്ടായാണ് എന്നാണ്
പുതിയ സെക്രട്ടറി റോസൽ രാജ് പ്രതികരിച്ചിരിക്കുന്നത്. വിവരങ്ങൾ എന്താണ്? പ്രജിൻ, ഇപ്പോൾ റോസൽ രാജ് തൃശ്ശൂരിലെ ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. ഡിവൈഎഫ്ഐയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള ആർ രാഹുലിന്റെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനമുണ്ടായത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ജില്ലാ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ചില അംഗങ്ങളുടെ ഒരു ഒഴിവുണ്ട്. ആ ഒഴിവും നികത്തിയിരിക്കുകയാണ്. അതായത് നേരത്തെ കമ്മിറ്റിയിൽ നിന്ന് വ്യത്യസ്തമായി പുതിയൊരു കമ്മിറ്റി, അല്ലെങ്കിൽ കുറേയൊക്കെ മാറ്റമുണ്ടെങ്കിലും പുതിയൊരു കമ്മിറ്റിയാണ് ഇപ്പോൾ പുതുതായി തൃശ്ശൂരിന് ലഭിച്ചിരിക്കുന്നതെന്ന് കുറേയൊക്കെ നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം നമ്മൾ കാണേണ്ടത്, കഴിഞ്ഞ 3 ദിവസങ്ങൾക്ക് മുൻപ് CPIM-ന്റെ സംസ്ഥാന നേതാക്കളുടെ ഒരു യോഗത്തിൽ വെച്ച് ഇത്തരത്തിൽ റസലിനെ സെക്രട്ടറി സ്ഥാനത്തേക്ക് തൃശ്ശൂരിലെ ഡിവൈഎഫ്ഐക്ക് ആവശ്യമുണ്ടായെന്നും അങ്ങനെ കൊണ്ടുവരണം എന്നൊരു തീരുമാനം എടുത്തതായി നമുക്ക് വിശ്വാസയോഗ്യമായിട്ടുള്ള വൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ഗോവിന്ദൻ മാസ്റ്റർ, CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ തൃശ്ശൂരിൽ എത്തിയിരുന്നു. രാവിലെ DC-യിൽ ചേർന്ന യോഗത്തിൽ ഗോവിന്ദൻ മാസ്റ്റർ പങ്കെടുത്തിരുന്നു. പക്ഷേ CPM-ന്റെ നേതാക്കളുടെ ഒരു സമ്മർദ്ദത്തെ തുടർന്നല്ല, ഡിവൈഎഫ്ഐയുടെ നേതാക്കൾ തന്നെ യോഗം ചേർന്ന് ഇത്തരത്തിലുള്ളൊരു സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുകയായിരുന്നു എന്നാണ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ റോസൽ രാജ് തന്നെ നമ്മോട് പറഞ്ഞത്. റോസൽ രാജിന് വലിയ ഒരു കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യം തന്നെയുണ്ട്. അദ്ദേഹത്തിന്റെ മുത്തശ്ശനടക്കം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തിയ ഒരാളാണ്. അങ്ങനെ ഒരാളെ തന്നെയാണ് ഇങ്ങനെ ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. നേരത്തെ സെക്രട്ടറി ആയിരുന്ന ശരത് പ്രസാദിന്റെ ശബ്ദരേഖാ വിവാദമൊക്കെ നമുക്കറിയാവുന്നതാണ്. യഥാർത്ഥത്തിൽ ജില്ലയിലെ CPM നേതൃത്വത്തെ തന്നെ വെട്ടിലാക്കുന്ന രീതിയിൽ, പ്രതിസന്ധിയിലാക്കുന്ന രീതിയിൽ വലിയ സാമ്പത്തിക ഒരു ക്രമക്കേടിന്റെ ആരോപണങ്ങളെല്ലാമായിരുന്നു ശരത് പ്രസാദിന്റെ ഓഡിയോ സന്ദേശത്തിൽ ഉണ്ടായിരുന്നത്. പിന്നാലെയാണ് ശരത് പ്രസാദിനെ ഇപ്പോൾ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒക്കെ മാറ്റിയിരിക്കുന്നത്. പുതിയ ജില്ലാ സെക്രട്ടറി ഡിവൈഎഫ്ഐക്ക് തൃശ്ശൂരിൽ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. അമൽ സുരേന്ദ്രനാണ് തൃശ്ശൂരിൽ നിന്നും വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് ലഭിക്കുന്ന ഒരു വാർത്തയിലേക്ക്. എറണാകുളം ഗാന്ധി പ്രതിമയ്ക്ക് സമീപത്തുള്ള പോസ്റ്റ്മെട്രിക് ഹോസ്റ്റലിലെ മരത്തിൽ കണ്ട പെരുമ്പാമ്പിനെ പിടികൂടി എന്ന വാർത്ത ഇപ്പോൾ വരുന്നു. വിഷ്ണു സുരേഷ് അതിന്റെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും. വിഷ്ണു, എപ്പോഴാണ് ഈ പെരുമ്പാമ്പിനെ പിടികൂടിയത്? അതിനെ പിടിക്കാനുള്ള ഒരുപാട് ശ്രമങ്ങൾ നേരത്തെ നടത്തിയതാണ്. പാമ്പ് താഴേക്ക് സ്വമേധയാ വരട്ടെ എന്നൊക്കെയുള്ള തീരുമാനങ്ങൾ നേരത്തെ എടുത്തിരുന്നു. എങ്ങനെയാണ് ഇപ്പോൾ പാമ്പിനെ പിടികൂടിയത്? അതിനു മുമ്പ് പാമ്പിനെ പിടികൂടിയ ആളുടെ പ്രതികരണം കൂടി ലഭിച്ചിട്ടുണ്ട്. അതിലേക്ക് ആദ്യം. ഓക്കെ, പ്രജിൻ, നിലവിൽ ആ പാമ്പിനെ പിടികൂടിയിരിക്കുന്നു. ഏകദേശം 10 മണിക്കൂറോളമാണ് പാമ്പിനെ പിടികൂടുന്നതിന് വേണ്ടി എടുത്ത സമയം. രാവിലെ 9:30ക്കാണ് പാമ്പ് ഈ പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലിന്റെ വാഗമരത്തിന് മുകളിലേക്ക് കയറിയിരുന്നത്. അതിനുശേഷം ഏകദേശം 10 മണിക്കൂർ പിന്നിടുന്നു. ആദ്യം വനം വകുപ്പ് ഉദ്യോഗസ്ഥർ എത്തി, അതോടൊപ്പം തന്നെ ഫയർഫോഴ്സ് എത്തി. വെള്ളം ചീറ്റിച്ച ശേഷം പാമ്പിന് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കി താഴെ വീഴ്ത്തി അതിനെ എടുക്കാം എന്നാണ് കരുതിയെങ്കിൽ പോലും പക്ഷെ അത് സാധ്യമായില്ല. നിലവിൽ പാമ്പ് ഒരു വൈകിട്ടോടുകൂടി തന്നെ വളരെ മൂവ്മെന്റ്, ഒരു 7 മണിയോടുകൂടി തന്നെ കാര്യമായി തന്നെ മൂവ്മെന്റ് പാമ്പിനുണ്ടായിരുന്നു. ഉച്ച സമയത്ത് പാമ്പ് ഒരു സ്ഥലത്ത് മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ വൈകിട്ടോടുകൂടി പാമ്പ് ഒരു സ്ഥലത്ത് മാത്രമല്ല മറ്റിടങ്ങളിലേക്കൊക്കെ മാറുന്ന സാഹചര്യമുണ്ടായി. അപ്പോഴാണ് ഈ റെസ്ക്യൂ ഓപ്പറേഷൻ ചെയ്ത ആളുകൾ അവരെ മറ്റൊരു വടി ഉപയോഗിച്ച് ഈ മരത്തിന്റെ മറ്റൊരു ചില്ലയിൽ ശബ്ദമുണ്ടാക്കി. അങ്ങനെ പാമ്പ് തനിയെ നിലത്തേക്ക് വീഴുകയായിരുന്നു. കൃത്യമായി മണ്ണിൽ തന്നെയാണ് വീണത്. അതുകൊണ്ട് മറ്റ് അപകടങ്ങളൊന്നും സംഭവിച്ചില്ല. നേരത്തെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് ഏതെങ്കിലും തരത്തിൽ മുകളിലേക്ക് വെള്ളം അടിക്കുമ്പോൾ ഇത് താഴെ വീണാൽ ഇതിന് പരിക്ക് പറ്റാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ നിലവിൽ അങ്ങനെയുള്ള റിസ്ക് എലമെന്റ് ഒന്നും ഉണ്ടായില്ല. കൃത്യമായി തന്നെ അത് മണ്ണിൽ വീണു. തൊട്ടടുത്ത് ഈ സ്നേക്ക് റെസ്ക്യൂ ടീം ഉണ്ടായിരുന്നു. അവർ വളരെ കൃത്യമായി തന്നെ ഇതിനെ പിടികൂടിയ ഈ കാണുന്ന ദൃശ്യങ്ങൾ കാണുന്ന ചേട്ടനാണ് രാവിലെ തൊട്ട് ഇവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ പാമ്പ് സേഫാണ് റെസ്ക്യൂ ചെയ്ത്, അത് ഒരു ശല്യമില്ലാണ്ട് റെസ്ക്യൂ ചെയ്തു. 10 മണിക്കൂറായി. അതെ, 10 മണിക്കൂറായി. ഇനിയിപ്പോൾ ഇതിന് നമ്മൾ സോഷ്യൽ ഫോറസ്റ്റ് ഇടപ്പള്ളിയിലേക്ക് എന്നെ കൈമാറും. രാത്രി സമയത്ത് എന്താണ് ഇതിന്റെ അഡ്വാൻറ്റേജ് നമുക്ക് ഉണ്ടായിരുന്നത്? ഇപ്പോൾ എപ്പോഴാണെങ്കിലും സെയിം തന്നെ, നമുക്ക് എങ്ങനെ വന്നാലും പാമ്പിനെ നമ്മൾ പിടിക്കും. അതിൻ്റെ അല്ല, നമുക്ക് ആ സാധനം അവിടെ നിന്ന് പതുക്കെ ഇറങ്ങി കുഴപ്പമില്ലാണ്ട് കിട്ടണമെന്നുള്ളായിരുന്നു കാര്യം. അല്ലെങ്കിൽ രാവിലെ ഫയർഫോഴ്സ് വന്നപ്പോൾ നമുക്ക് വെള്ളം അടിക്കായിരുന്നു. പക്ഷെ അപ്പോഴും അതിനെ വെറുതെ ഡിസ്റ്റർബ് ചെയ്ത് താഴത്ത് ഇട്ട് കഴിഞ്ഞാൽ അത് വല്ല ഇരുമ്പിന്റെ പൊക്കത്ത് വന്ന് വീണാൽ അത് ചത്തുപോകും. അതുകൊണ്ടാണ് നമ്മൾ അത്രയും വെയിറ്റ് ചെയ്തത്. ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് ജോൺ രാജേഷ്. പുള്ളിയാണ് രാവിലെ 9:15 മുതൽ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ അത് സംഭവിച്ചിരിക്കുന്നത് രാവിലെ മുതൽ നഗരത്തെ കൗതുകം കൊണ്ടും ആശങ്ക കൊണ്ടും ഒക്കെ മുൾമുനയിൽ നിർത്തിയ മലമ്പാമ്പിനെയാണ് ഇപ്പോൾ വളരെ വിദഗ്ധമായി തന്നെ ഈ സ്നേക്ക് റെസ്ക്യൂ ടീം പിടികൂടിയിരിക്കുന്നത്. ആ പാമ്പുമായി അത് എടപ്പള്ളിയിലുള്ള സോഷ്യൽ ഫോറസ്ട്രിയിൽ ഏൽപ്പിക്കും എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്നാലും വലിയ ആശ്വാസമാണ്. അവിടെ കൊച്ചിയിൽ നേരത്തെ രാവിലെ 10 മണിയോടുകൂടി കണ്ടതാണ് ഈ പാമ്പിനെ മരത്തിന് മുകളിൽ. അതിപ്പോൾ അതിനെ പിടികൂടി അതിനെ സോഷ്യൽ ഫോറസ്റ്റ് ഓഫീസിലേക്ക് കൊണ്ടുപോവുകയാണ്, കൈമാറാൻ കൊണ്ടുപോവുകയാണ്. രാത്രി സമയത്ത് പാമ്പ് സ്വമേധയാ താഴേക്ക് ഇറങ്ങി വന്ന സമയത്താണ് അതിനെ പിടികൂടാൻ കഴിഞ്ഞത് എന്നാണ് ഇപ്പോൾ റെസ്ക്യൂ നടത്തിയ ആൾ തന്നെ പ്രതികരിച്ചത്. വിഷ്ണു സുരേഷാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.
മലപ്പുറം ചങ്ങരംകുളത്ത് കെട്ടിടത്തിന് തീപിടിച്ചു. ആലങ്കോട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപത്തുള്ള പഴയ കെട്ടിടത്തിനാണ് തീപിടിച്ചത്. ദൃശ്യങ്ങൾ. തൃശൂർ ചേറ്റുവയിൽ 5000 കിലോ മത്സ്യം പിടിച്ചെടുത്ത് ഫിഷറീസ് വകുപ്പ്. മുന്നറിയിപ്പ് വകവയ്ക്കാതെ പിടികൂടിയ മത്തിക്കുഞ്ഞുങ്ങളെയാണ് വള്ളത്തിൽ നിന്നും പിടിച്ചെടുത്തത്. അമൽ സുരേന്ദ്രൻ ചേർന്നു വിവരങ്ങളുമായി തൃശൂരിൽ നിന്നും. അമൽ, വിശദാംശങ്ങൾ. പ്രജിൻ, ഇന്ന് പകൽ ഏകദേശം 1 മണിയോടുകൂടി തൃശൂർ ചേറ്റുവ ഹാർബറിൽ നിന്നാണ് ഇത്തരത്തിൽ 5000 കിലോ മത്സ്യക്കുഞ്ഞുങ്ങളെ, മത്തിക്കുഞ്ഞുങ്ങളെ പിടികൂടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഫിഷറീസ് ഇന്റലിജൻസ് വിങ്ങിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പരിശോധന നടത്തിയത്. ഈ ഒരു കാര്യമായി നമ്മൾ ബന്ധപ്പെട്ട് കാണേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ മത്സ്യക്കുഞ്ഞുങ്ങൾ, അതായത് മത്തിയുടെ ദൗർലഭ്യം കേരള തീരത്ത് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ മത്സ്യം കിട്ടാനില്ല എന്നൊരു വാർത്തകളെല്ലാം വ്യാപകമായി വന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ആ ഒരു സംഭവം കൂടി നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ മത്തിക്കുഞ്ഞുങ്ങളെ, അതും 1ഉം 2ഉമല്ല 5000 കിലോ മത്തിക്കുഞ്ഞുങ്ങളെയാണ് അനധികൃതമായി പിടികൂടിയത്. ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് ഫിഷറീസ് വരും ദിവസങ്ങളിലും തുടർച്ചയായിട്ടുള്ള അന്വേഷണം നടത്തും. ചാവക്കാട് തിരുവത്ര സ്വദേശി ഹാരിഫിന്റെ ഉടമസ്ഥയിലുള്ള മഹാദേവൻ എന്ന വള്ളത്തിൽ നിന്നാണ് ഇത്തരത്തിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ പിടിച്ചെടുത്തത്. പിന്നീട് ഇത് കടലിലേക്ക് തന്നെ ഒഴുക്കിക്കളഞ്ഞു. ഈ വള്ളത്തിനും വള്ളത്തിന്റെ ഉടമയ്ക്കും വലിയൊരു തുക പിഴ ഈടാക്കുമെന്ന് ഫിഷറീസ് വകുപ്പ് ഇതിനോടകം അറിയിച്ചിട്ടുണ്ട്. പ്രജിത്. ശരി, അമൽ സുരേന്ദ്രനാണ് തൃശൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.